ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതിന്റെ ഫോർമാറ്റ് എന്താണെന്നുമാണ് ചർച്ച ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഒരു SRS ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ അതിനകത്ത് ഉണ്ടാകണം എന്നുള്ളത്. പ്രധാനമായും ഉള്ള ഭാഗങ്ങളെ നമ്മളിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി SRS ഡോക്യുമെന്റിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകണം, ഒരു ആമുഖം ഉണ്ടാകണം. ആമുഖത്തിനകത്ത് എന്തൊക്കെ ആമുഖം നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടണം എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, എവിടെയൊക്കെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയും, അത്തരത്തിൽ ആ സോഫ്റ്റ്വെയറിന്റെ പർപ്പസ് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. രണ്ടാമതായി ഇൻട്രൊഡക്ഷനിൽ വരേണ്ട കാര്യം പ്രോജക്റ്റിന്റെ സ്കോപ്പിനെ പറ്റിയിട്ടാണ്. ഒരു ഓവറോൾ പിക്ചർ ഇതിൽ നിന്നും നമുക്ക് ലഭ്യമാകണം. ഏതു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്, നിലവിലുള്ള സിസ്റ്റത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്, മാനുവൽ സിസ്റ്റത്തിലുള്ളതിൽ ഇനി എന്തൊക്കെ ഭാവിയിൽ ചെയ്യാനായിട്ട് കഴിയും, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് വേണം പ്രോജക്റ്റിന്റെ സ്കോപ്പ് എഴുതുക. ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ അകത്ത് വരുന്നതാണ്. ഒന്നാമത്തെ ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ. അതിൽ ആദ്യം പർപ്പസ്, രണ്ടാമത് പ്രോജക്റ്റ് സ്കോപ്പ്, മൂന്നാമതായി എൻവിറോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഏത് പ്ലാറ്റ്ഫോമിൽ, ഏത് ഹാർഡ്വെയറിൽ, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാനായിട്ടുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സൗകര്യങ്ങൾ എന്തൊക്കെ വേണം, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ചില സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഈ ഒരു സോഫ്റ്റ്വെയറിന് വർക്ക് ചെയ്യണമെങ്കിൽ വേറൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കോൺഫിഗറേഷനുള്ള സിസ്റ്റത്തിലെ ഇത് വർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന എൻവിറോൺമെന്റിനെ പറ്റിയിട്ടുള്ള ഏതു സാഹചര്യത്തിൽ ഇത് വർക്ക് ചെയ്യണം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങൾ ആണ് ഈ ഇൻട്രൊഡക്ഷന്റെ എൻവിറോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ഒന്നോ രണ്ടോ പാരഗ്രാഫ് എഴുതുമ്പോൾ അതിനകത്ത് പർപ്പസ് ഉണ്ടായിരിക്കണം, സ്കോപ്പ് ഉണ്ടാകണം, എൻവിറോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. രണ്ട്, ഓവറോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ഓഫ് SRS ഡോക്യുമെന്റ്. രണ്ടാമത് എഴുതേണ്ടത് ഈ സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള ഓവറോൾ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. അതിനകത്ത് ഒത്തിരി അധികം കാര്യങ്ങൾ ഉൾപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യമായി പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവ് ആണ് എഴുതേണ്ടത്. അതായത് ഇത് നിലവിലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിന് പരിഹാരമായിട്ടാണോ, അല്ലെങ്കിൽ മാനുവൽ സിസ്റ്റത്തിന് പരിഹാരമായിട്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്, അതോ ഇതൊരു പുതിയ സോഫ്റ്റ്വെയർ ആണോ, അത്തരത്തിൽ പ്രോഡക്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ നൽകേണ്ടതായി വരും. രണ്ടാമതായി ഈ ഓവറോൾ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ദ മേജർ വേസ് ഇൻ വിച്ച് ദ സോഫ്റ്റ്വെയർ വുഡ് ബി യൂസ്ഡ്. ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിനെ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും, അവയുടെ പ്രത്യേകതകൾ എന്താണ്, ഏതൊക്കെ തരത്തിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ കഴിയും. മൂന്നാമതായി വേണ്ടത്, ഇതെല്ലാം ഓവറോൾ ഡിസ്ക്രിപ്ഷന്റെ രണ്ടാമത്തെ ഭാഗത്തിന്റെ ഭാഗമാണ്, യൂസർ ക്ലാസസ് ആണ്. ഏത് തരം ഉപഭോക്താക്കൾക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗപ്രദമാകും. വേരിയസ് യൂസർ ക്ലാസസ് ദാറ്റ് ആർ എക്സ്പെക്ടഡ് ടു യൂസ് ദി സോഫ്റ്റ്വെയർ. അപ്പോൾ ഏതൊക്കെ തരം ആൾക്കാർക്ക് ഇതിനെ കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകും, അത്തരത്തിലുള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ പറ്റി പ്രതിപാദിക്കുകയും ചെയ്യുന്നതാണ് യൂസർ ക്ലാസസ്. ഇവിടെ മൂന്ന് ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓവറോൾ ഡിസ്ക്രിപ്ഷനിൽ പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടാകണം, പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് ഉണ്ടാകണം, യൂസർ ക്ലാസസ് ഉണ്ടാകണം. ഇനി വേണ്ടത് ഓപ്പറേറ്റിംഗ് എൻവിറോൺമെന്റ്. ഇവിടെ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം, ഏത് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിലാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കണം, മറ്റെന്തൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇതിനകത്ത് പ്രയോജനപ്പെടുത്തണം,
ഇൻട്രൊഡക്ഷനിൽ നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു വിവരം കൊടുത്തു, പക്ഷെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, ഓവറോൾ ഡിസ്ക്രിപ്ഷൻ ഈ ഓപ്പറേറ്റിംഗ് എൻവിറോൺമെന്റിനകത്ത് രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അഞ്ചാമതായി രേഖപ്പെടുത്തേണ്ടത് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ കൺസ്ട്രൈൻസ്. എന്തൊക്കെ കൺസ്ട്രൈൻസ് ഈ സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടാകാം, ഡിസൈനിലും ഇംപ്ലിമെന്റേഷനിലും അഭിമുഖീകരിക്കാൻ ചാൻസ് ഉള്ള കൺസ്ട്രൈൻസ് എന്തൊക്കെയാണ്, അവ ഏതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള കൺസ്ട്രൈൻസ് എന്നാൽ നിയന്ത്രണങ്ങൾ എന്ന അർത്ഥം. എന്തൊക്കെ നിയന്ത്രണങ്ങളോ നിബന്ധനകളോ പരിമിതികളോ ഇതിനകത്തുണ്ട്, അവ ചർച്ച ചെയ്യപ്പെടണം. അത് ഹാർഡ്വെയർ ലിമിറ്റേഷൻസ് ആകാം, ഇന്റർഫേസസ് അതർ ആപ്ലിക്കേഷനുമായിട്ട് ഇന്റർഫേസ് ചെയ്യുമ്പോൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാകാം, ചില പ്രത്യേക ടെക്നോളജികളോ ടൂൾസോ ഭാഷയോ പ്രോട്ടോകോളോ ഒക്കെ ഉപയോഗിക്കുന്ന ഡേറ്റാബേസോ ഉപയോഗിക്കുന്നതുണ്ടാകാം. അത്തരത്തിലുള്ള കൺസ്ട്രൈൻസ് എന്തൊക്കെയാണ്, പരിമിതികൾ എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അത്രയും കാര്യങ്ങൾ ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ കൺസ്ട്രൈനകത്ത് ചെയ്തിരിക്കണം. ആറാമതായി യൂസർ ഡോക്യുമെന്റേഷൻ ഉണ്ടാകും. ലിസ്റ്റ് ഔട്ട് ദ ടൈപ്പ് ഓഫ് യൂസർ ഡോക്യുമെന്റേഷൻ. ഏതൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയറിൽ. യൂസർ മാനുവൽസ് ഉണ്ടോ, ഓൺലൈൻ ഹെൽപ്പ്, ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള മാനുവൽ, ഇത്തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ യൂസറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആയിട്ട് നിങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്, ആ കാര്യങ്ങളൊക്കെ പറ്റി ഈ രണ്ടാമത്തെ ഓവറോൾ ഡിസ്ക്രിപ്ഷനിൽ പരാമർശിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷനും ഓവറോൾ ഡിസ്ക്രിപ്ഷനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻട്രൊഡക്ഷനിൽ 3 പാർട്ട് ഉണ്ടായിരുന്നു, ഓവറോൾ ഡിസ്ക്രിപ്ഷനിൽ 6 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 6 ഭാഗങ്ങൾ ഞാൻ ഉദ്ദേശിച്ച ഈ 6 കാര്യങ്ങളും ഉൾപ്പെടുത്തണം എന്നുള്ളത് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ടൈറ്റിൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത് നമ്മൾ വരുന്നത് ഫങ്ഷണൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്. ഈ സെഷനിനകത്താണ് നമ്മൾ ഇതിനകത്ത് അവയുടെ ഫങ്ഷനെ അടിസ്ഥാനമാക്കി ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പ്രത്യേക തരം യൂസേഴ്സിന് വേണ്ടിയുള്ള ഫങ്ഷന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ചിലപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഫങ്ഷണാലിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പല വ്യത്യസ്തമായ മോഡുകളിൽ. ഇപ്പം മോഡ് എയിൽ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് നമുക്ക് കിട്ടും, മോഡ് ബി ആണെങ്കിൽ എന്തൊക്കെ ഫങ്ഷണാലിറ്റി കിട്ടും. അത്തരത്തിൽ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഇതിനകത്തുള്ള ഫങ്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുക എന്നുള്ള ജോലിയാണ് ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറയുന്ന സെഷനകത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ ആ സെക്ഷനകത്ത് ടോട്ടൽ എന്തൊക്കെ ഫങ്ഷൻസ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് കാറ്റർ ചെയ്യുന്നുണ്ടെന്നും ഓരോ പ്രത്യേകതരം യൂസേഴ്സിന് വേണ്ടി എന്തൊക്കെ ഫങ്ഷനാണ് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്നതെന്നും, അത്തരത്തിൽ പല തരങ്ങളിൽ നിങ്ങളുടെ ആവശ്യ അനുസരണം ഇതിനെ യൂസറിന് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് ഫങ്ഷണൽ റിക്വയർമെന്റ്സിനകത്ത് രേഖപ്പെടുത്തി. അപ്പോൾ 3 ഭാഗങ്ങളും കഴിഞ്ഞു. ഇനി 4ാമത്തെ ഭാഗമാണ്. ഇത് ഏതിന്റെ ഭാഗമാണ് നമ്മൾ പറയുന്നത്? ഓർഗനൈസേഷൻ ഓഫ് SRS ഡോക്യുമെന്റ്. ഒരു SRS ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഉണ്ടാകണം, വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ്. 4ാമത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് എക്സ്റ്റേണൽ ഇന്റർഫേസസ്. അതിനകത്ത് 1ാമത് വരുന്നത് യൂസർ ഇന്റർഫേസസ്. ഡിസ്ക്രൈബ് എ ഹൈ ലെവൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് ഇന്റർഫേസസ്, വേരിയസ് പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ്. അല്ലെ, ഒരു ഹൈ ലെവൽ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാകണം. ഇതിനെ പറ്റി, യൂസർ ഇന്റർഫേസുകളെ പറ്റി. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സംവിധാനങ്ങൾ, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, സാമ്പിൾ സ്ക്രീൻ ഇമേജസ് കൊടുക്കുക, നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഡേറ്റ എൻട്രി ചെയ്യാനായിട്ടുള്ള GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഡേറ്റ എൻട്രി ചെയ്യാനായിട്ടുള്ള ഫോംസ് ഈ തരത്തിലായിരിക്കും. അത്തരത്തിലുള്ള സ്ക്രീൻ ലേ ഔട്ട്സുകളൊക്കെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റിനകത്ത് നിങ്ങൾക്ക് സൂചിപ്പിക്കാം. പിന്നെ 2ാമത് രേഖപ്പെടുത്തേണ്ടത് ഹാർഡ്വെയർ ഇന്റർഫേസസുകളാണ്. ഡിസ്ക്രൈബ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ കോമ്പണൻസ് ഓഫ് സിസ്റ്റം. ഡെവലപ്പ് ചെയ്ത സിസ്റ്റത്തിനകത്തുള്ള സോഫ്റ്റ്വെയർ ഹാർഡ്വെയറും തമ്മിൽ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ഏതൊക്കെ തരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു, ഏതൊക്കെ സോഫ്റ്റ്വെയർ എന്തൊക്കെ ഹാർഡ്വെയർ പ്രയോജനപ്പെടുത്തുന്നു, അത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഉണ്ടാകും.
പിന്നെ സോഫ്റ്റ്വെയർ ഇന്റർഫേസസ് ചെയ്യുന്നത് നിങ്ങളുടെ സോഫ്റ്റ്വെയറും ഈ സോഫ്റ്റ്വെയറും മറ്റു സോഫ്റ്റ്വെയറുകളും തമ്മിലുള്ള സോഫ്റ്റ്വെയർ കോമ്പണൻസുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ഡേറ്റാബേസസുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, മറ്റ് ടൂൾസുകളോ ലൈബ്രറിയുമായിട്ടോ ഒക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഇന്റർഫേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു. അവസാനമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസസിനെ പറ്റി ധാരണകൾ ഉണ്ടാവണം. ഈ സെക്ഷനകത്താണ് നമ്മൾ റിക്വയർമെന്റ് അസോസിയേറ്റ് വിത്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എന്തൊക്കെ തരത്തിൽ പുറം ലോകവുമായിട്ട് ഈ സോഫ്റ്റ്വെയർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് ഇമെയിൽ വഴിക്കായിരിക്കാം, വെബ് സർവീസ് വഴിക്കായിരിക്കാം, നെറ്റ്വർക്ക് സെർവർ വഴിക്കായിരിക്കാം, പ്രോട്ടോകോൾസ് വഴിയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. അത്തരത്തിൽ ഏതൊക്കെ തലങ്ങളിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ മറ്റു സിസ്റ്റങ്ങളുമായി ബന്ധപ്പെടുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അത്തരം വിവരങ്ങളിലൂടെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നാലാമത്തെ എക്സ്റ്റേണൽ ഇന്റർഫേസ് റിക്വയർമെന്റ് എന്ന് പറയുന്ന ഭാഗം പൂർത്തീകരിക്കുന്നത്. അഞ്ചാമതായി നമ്മൾ എത്തുന്നു നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്. ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട റിക്വയർമെന്റ് ആയിരുന്നെങ്കിൽ ഇത് നമ്മൾ ഫങ്ഷണൽ അല്ലാത്ത റിക്വയർമെന്റ്സ്, അത് ഒന്നെന്ന് പറയുന്നത് പെർഫോമൻസ് റിക്വയർമെന്റ്. നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ടു ബി കംപ്ലീറ്റഡ് പെർ സെക്കൻഡ് ഷുഡ് ബി സ്പെസിഫൈഡ്. നിങ്ങളുടെ സോഫ്റ്റ്വെയറിനകത്ത് ഒരു സെക്കൻഡിൽ എത്ര ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നു, എത്ര ട്രാൻസാക്ഷൻ വന്നാൽ എത്ര റിക്വസ്റ്റ് ഉണ്ടാകുന്നു, എത്ര പ്രോസസ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ എത്ര ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ഉണ്ടാകും. രണ്ടാമതായിട്ട് വരുന്നത് സേഫ്റ്റി റിക്വയർമെന്റ് ആണ്. ദോസ് റിക്വയർമെന്റ് ദാറ്റ് ആർ കൺസേൺഡ് വിത്ത് പോസിബിൾ ലോസസ് ആൻഡ് ഡാമേജ്. അല്ലെ, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള പോസിബിൾ ആയിട്ടുള്ള ലോസസ് ആൻഡ് ഡാമേജ് കുഡ് റിസൾട്ട് ഫ്രം ദ യൂസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ആസ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ, ഡാമേജുകൾ, അവയെ പറ്റിയൊക്കെ സേഫ്റ്റി റിക്വയർമെന്റിനകത്ത് നിങ്ങൾ എടുത്തിരിക്കണം. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് സേഫ്റ്റി റിക്വയർമെന്റ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഉറപ്പാക്കാനാണ്. യഥാർത്ഥത്തിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി റിക്വയർമെന്റ് ഓൺ ദ ഡേറ്റ, അല്ലെ, ഈ സോഫ്റ്റ്വെയറിനകത്ത് ഉപയോഗിക്കുന്ന ഡേറ്റ എങ്ങനെയൊക്കെ അതിനെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, അത് പ്രൊട്ടക്റ്റഡ് ആണോ, അതിനെ അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്യാൻ കഴിയുമോ, പുറത്തുനിന്നുള്ള ഒരാളിന് നിങ്ങൾ അറിയാതെ ആ ഡേറ്റാബേസിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറിലൂടെ അല്ലാതെ ഡേറ്റാബേസിൽ മാറ്റം വരുത്താൻ കഴിയും, എങ്ങനെ നിങ്ങളുടെ ഡേറ്റാബേസിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെക്യൂരിറ്റി റിക്വയർമെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ തരങ്ങളിൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോൺ ഫങ്ഷണൽ റിക്വയർമെന്റിനകത്ത് കൊടുക്കുന്നു. ഇങ്ങനെ 5 ഭാഗങ്ങൾ വരുമ്പോൾ നമ്മുടെ എന്ത് പൂർത്തിയാവുന്നു, ഒരു SRSന്റെ ഓർഗനൈസേഷൻ പൂർത്തിയാവുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് SRS ഡോക്യുമെന്റ് ഉടലെടുക്കുക എന്നുള്ള കാര്യം. ഇനി നമ്മൾ പോകുന്നത് ടെക്നിക്സ് ഫോർ റെപ്രസെന്റിങ് കോംപ്ലക്സ് ലോജിക്. പലപ്പോഴും നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, ചില കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്കുകൾ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു നല്ല SRS should properly characterize the conditions under which scenarios interactions occur. ഒരു നല്ല SRSനകത്ത് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ്, എന്തൊക്കെ കണ്ടീഷൻ വരുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, അത്തരത്തിൽ എല്ലാ കണ്ടീഷനെ ഒന്ന് ഡെപ്പിക്ട് ചെയ്യാനായിട്ട് കഴിയണം. സംടൈംസ് ചിലപ്പോൾ ഈ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻസിന്റെ എണ്ണം കൂടുന്നു. നിബന്ധനകളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നിബന്ധനകളുടെ എണ്ണം കൂടുമ്പോൾ അത് പാലിച്ചോ, ഇത് പാലിച്ചോ ഇല്ലെങ്കിൽ മറ്റ് വേറെ കണ്ടീഷനിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും, എല്ലാം കൂടെ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകും, ലോജിക് കോംപ്ലക്സ് ആകും. ന്യൂമറസ് ആൻഡ് സെവറൽ ആൾട്ടർനേറ്റീവ് ഇന്ററാക്ഷൻസ് വരുന്നു, അല്ലെ, ഒത്തിരി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ്. ആൻഡ് പ്രോസസിംഗ് സീക്വൻസ് മേ എക്സിസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഔട്ട്കം ഓഫ് ദി കറസ്പോണ്ടിങ് കണ്ടീഷൻ. കണ്ടീഷൻ ചെക്കിങ്ങിന്റെ ഔട്ട്കമിന്റെ അടിസ്ഥാനപ്പെടുത്തി സോ മെനി ഇന്ററാക്ഷൻസ് ഉണ്ടാകും. ഈ ഇന്ററാക്ഷൻസ് ഒക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്കിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്കുകളെ എങ്ങനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള കോംപ്ലക്സ് ലോജിക്കുകളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 ടെക്നിക്കാണ് ഡിസിഷൻ ട്രീസും ഡിസിഷൻ ടേബിളും എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഡിസിഷൻ ട്രീ നമുക്ക് നോക്കാം. ഡിസിഷൻ ട്രീ ഗീവ്സ് എ ഗ്രാഫിക്കൽ വ്യൂ ഓഫ് ദി പ്രോസസിംഗ് ലോജിക് ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കറസ്പോണ്ടിങ് ആക്ഷൻസ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഡേറ്റ സ്ട്രക്ചറിൽ പഠിച്ചിരിക്കുന്ന ട്രീ സ്ട്രക്ചർ പോലെ തന്നെ ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു. ആ ഡിസിഷന്റെ ഫലമായിട്ട് എന്തൊക്കെ ആക്ഷൻ നമുക്ക് എടുക്കണം. അപ്പോൾ ചില കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷനെ ആസ്പദമാക്കി ചില എൻഡ് റിസൾട്ടുകൾ ഉണ്ടാകും. ഇതിനെ ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രീ തന്നെയാണ്. ഒരു ട്രീ തരത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഡിസിഷൻ ടേബിൾ സ്പെസിഫൈ വിച്ച് വേരിയബിൾസ് ആർ ടു ബി ടെസ്റ്റഡ്. ഡിസിഷൻ ടേബിൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ
അതിനകത്ത് അറിയാൻ പറ്റും ഏതൊക്കെ വേരിയബിൾസ് ആണ്, ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ബേസ്ഡ് ഓൺ ദിസ് വാട്ട് ആക്ഷൻസ് ടു ബി ടേക്കൺ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആക്ഷൻ എടുക്കണം, സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ എന്തെടുക്കണം. അപ്പോഴങ്ങനെ ഡിസിഷൻ മേക്കിംഗ് പെർഫോം ചെയ്യുന്ന ഒത്തിരി സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം പ്രോസസിംഗ് ലോജിക് കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുക. അങ്ങനെ ഒരു ഡിസിഷൻ ട്രീ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്രാഫിക്കലായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള മുഴുവൻ കണ്ടീഷനെയും പ്രതിപാദിച്ചു കഴിഞ്ഞാൽ എഡ്ജസ്, ട്രീയുടെ എഡ്ജസ് റെപ്രസെന്റ് ചെയ്യുന്നത് കണ്ടീഷൻസിനെ ആയിരിക്കും. അതുപോലെ ലീഫ് നോട്ട്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഔട്ട്കത്തിനെ പറ്റിയായിരിക്കും. ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. ഇവിടെ ലൈബ്രറി മെമ്പർഷിപ്പ് നിങ്ങൾ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ. വാലിഡ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വാലിഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഇദ്ദേഹം നമ്മൾ കോളേജ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണോ ഇല്ലയോ. ഈ നോ ആണെങ്കിൽ അപ്പോഴും തന്നെ ഡിസ്പ്ലേ എറർ മെസ്സേജ്, നിങ്ങൾക്ക് ബുക്ക് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റത്തില്ല, തീർന്നു. ഐ ഡി കാർഡ് കാണിക്കുന്നു, ഐ ഡി കാർഡ് വാലിഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കുന്നു. 3 ഓപ്ഷൻസ്. ഒന്നുകിൽ പുതിയ മെമ്പർ, ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത കുട്ടിയാണെങ്കിൽ പുതിയ മെമ്പർ, സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ റിന്യൂ ചെയ്യാം, പാസ് ഔട്ട് ആകുന്ന കുട്ടികളാണെങ്കിൽ ക്യാൻസൽ മെമ്പർഷിപ്പ്. 3 ഓപ്ഷൻ വരാം. അപ്പോഴൊരു ഓപ്ഷൻ, ഏത് ഓപ്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി 3 ന്യൂ മെമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആസ് ദ മെമ്പേഴ്സ് നെയിം, അഡ്രസ് എക്സെട്ര, ക്രിയേറ്റ് മെമ്പർഷിപ്പ് റെക്കോർഡ്. മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും ഒക്കെ ചോദിക്കും. റിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആസ്ക് മെമ്പർഷിപ്പ് ഡീറ്റെയിൽ, അപ്ഡേറ്റ് എക്സ്പയറി ഡേറ്റ് ആൻഡ് പ്രിന്റ്. 3 കാര്യങ്ങൾ. ക്യാൻസൽ മെമ്പർഷിപ്പ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം, നോ ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം. ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതിനകത്ത് എന്തൊക്കെ കണ്ടീഷൻസ് ഈ സോഫ്റ്റ്വെയറിനകത്ത് ചെക്ക് ചെയ്യണമെന്നും, ഇപ്പൊ ഇവിടെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം, ഓപ്ഷൻസ് എന്താണെന്നും, ഈ 2 കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എഡ്ജസ് റെപ്രസെന്റ് കണ്ടീഷൻസ്. ന്യൂ മെമ്പർ ആണോ കണ്ടീഷൻ, റിന്യൂവൽ ആണോ, ക്യാൻസൽ ആണോ, ഇതാണ് നോഡ്. നോഡുകൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്താണ് ആക്ഷൻ എടുക്കേണ്ടത്. ന്യൂ മെമ്പർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അത് വലതുവശത്ത് എഴുതി. അത്തരത്തിൽ സോഫ്റ്റ്വെയറിനകത്തുള്ള കണ്ടീഷൻസിനെ മുഴുവനും ഒരു ട്രീ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെ ഡിസിഷൻ ട്രീ എന്ന് പറയും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സി പാർട്ട് ചോദ്യമാണ് ഡിസിഷൻ ട്രീ വിത്ത് ആൻ എക്സാമ്പിൾ. അടുത്ത നമ്മൾ തോന്നുന്നു ഡിസിഷൻ ടേബിൾ. ഇപ്പൊ ഇവിടെ കണ്ടത് ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ, ഡിസിഷൻ ടേബിൾ ആണെങ്കിൽ ഡിസിഷൻ ടേബിൾ ഓൾസോ ഷോസ് ഡിസിഷൻ മേക്കിംഗ് ലോജിക് തന്നെയാണ്. കറസ്പോണ്ടിങ് ആക്ഷനും കണ്ടീഷനും തന്നെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മെട്രിക്സ് പോലെ ഒരു ടാബുലർ ആയിട്ട് ഒരു മെട്രിക്സ് ഫോർമാറ്റിലായിരിക്കും ഈ കണ്ടീഷൻസ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. അപ്പർ റോസ് ഓഫ് ദ ടേബിൾ സ്പെസിഫൈ വേരിയബിൾസ്. റോയുടെ അപ്പർ റോ ടൈറ്റിൽസ് കാണിക്കുന്നത് വേരിയബിൾസിന് തന്നെ, ഓർ കണ്ടീഷൻസ് ടു ബി ഇവാലുവേറ്റഡ്. ആൻഡ് ലോവർ റോ സ്പെസിഫൈ ദ ആക്ഷൻ ടു ബി ടേക്കൺ. ലോവർ റോ സ്പെസിഫൈ ചെയ്യുന്നത് എന്ത് ആക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കോളത്തെ പറയുന്നത് കോളം ഇൻ ദ ടേബിൾ ഈസ് കോൾഡ് എ റൂൾ. റൂൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ കോളവും ഓരോ റൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നു. A rule implies that if a condition combination is true, then corresponding actions is executed. റൂൾ പറയുന്നത് എത്രയേ ഉള്ളൂ, if the condition is true, then corresponding action നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതിനെ തന്നെ നമ്മൾ ടേബിളായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടീഷൻസ് വാലിഡ് സെഷൻ യെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, യെസ് ആണെങ്കിൽ ന്യൂ മെമ്പർ ആകാം, റിന്യൂവൽ ആവാം, ക്യാൻസലേഷൻ ആകാം. അതിൽ ന്യൂ മെമ്പർ യെസ് ആണെങ്കിൽ, അപ്പോൾ വാലിഡ് സെക്ഷൻ എസ്, ന്യൂ മെമ്പർ എസ് ആണെങ്കിൽ ആക്ഷൻസ് താഴെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എഴുതാൻ എന്ത് ചെയ്യണം, ഇവിടെ എഴുതാൻ കഴിയാത്തതുകൊണ്ട് എഴുതുന്നില്ല, എന്ത് ആക്ഷൻ എഴുതണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ റോയും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റോ ഇപ്പം ഈ ലാസ്റ്റ് റോ എടുക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ്, വാലിഡ് സെക്ഷൻ, വാലിഡ് ആയിട്ടുള്ള മെമ്പർ ആണെങ്കിലും ക്യാൻസലേഷൻ ആണെങ്കിലും ഇത് രണ്ടുമാണ് യെസ്, ഫസ്റ്റും ലാസ്റ്റും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് താഴെ നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇവിടെ നേരത്തെ റെപ്രസെന്റ് ചെയ്യുന്ന അതേ സാധനം തന്നെ ഡിസിഷൻ ട്രീയിൽ കണ്ടതുപോലെ ഡിസിഷൻ ടേബിൾ വേറൊരു തരത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഒന്ന് ടെക്സ്റ്റ് ടേബിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, ഒന്ന് പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. പിക്ചറിലായിരിക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. ഡിസിഷൻ ട്രീയും ഡിസിഷൻ ടേബിളും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 3 കാര്യങ്ങളുടെ കൺസിഡറേഷനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾക്ക് ഇവയുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. റീഡബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഡിസിഷൻ ട്രീസ് ആർ ഈസി ടു റീഡ് അല്ലെ. ഡിസിഷൻ ട്രീസ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെൻ ദ നമ്പർ ഓഫ് കണ്ടീഷൻസ് ആർ സ്മോൾ. Other than decision table causes the analyst to look at every possible combination of condition which he might otherwise omit. ഡിസിഷൻ ടേബിളിൽ നമ്മൾ എല്ലാ കണ്ടീഷനും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒഴിവായി പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കാൻ കഴിയുന്നതാണ് റീഡബിലിറ്റി. 2 എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ ഓർഡർ ഓഫ് ഡിസിഷൻ മേക്കിംഗ്.
സിറ്റുവേഷൻ വേർ ഡിസിഷൻ ട്രീ ഈസ് മോർ യൂസ്ഫുൾ ഈസ് വെൻ മൾട്ടി ലെവൽ ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ ഡിസിഷൻ ട്രീ വളരെ വളരെ ഫലപ്രദമാണ്. മൾട്ടി ലെവൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ കഴിഞ്ഞ് അതിനെ ബേസ് ചെയ്തിട്ട് വേറൊരു ഡിസിഷൻ, അതിനെ ബേസ് ചെയ്തിട്ട് വേറൊരു ഡിസിഷൻ, അത്തരത്തിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ ഈ ഡിസിഷൻ ട്രീ കുറെ എളുപ്പമാകുന്നതാണ്. ഈ കൺസെപ്റ്റ് നോക്കുമ്പോൾ ഡിസിഷൻ ട്രീസ് ക്യാൻ മോർ ഇൻറ്റ്യൂട്ടീവ്ലി റെപ്രസെന്റ് മൾട്ടി ലെവൽ ഡിസിഷൻ മേക്കിംഗ് ഹൈറാർക്കി. വെറാസ് ടേബിളിൽ വരുമ്പോൾ മൾട്ടി ലെവൽ ഡിസിഷൻ ആണെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ ആ കോളത്തിനകത്ത് എവിടെയൊക്കെ എസ് വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും, അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കണം. സോ അത് കുറെ കൺഫ്യൂസിംഗ് ആയിട്ട് ഡിസിഷൻ ട്രീ റെപ്രസെന്റേഷനിൽ വരുന്നു, ഡിസിഷൻ ടേബിൾ റെപ്രസെന്റേഷനിൽ വരുന്നു. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ ലോജിക് എഴുതുമ്പോൾ ഡിസിഷൻ ട്രീ ബിക്കം വെരി കോംപ്ലക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ നമ്പർ ഓഫ് കണ്ടീഷൻ ആക്ഷൻസ് ആർ ഇൻക്രീസ്. ഡിസിഷൻ ട്രീസ് ആണ് വളരെ കോംപ്ലക്സ് ആവുന്നു മനസ്സിലാക്കാനായിട്ട് when the number of conditionസും ആക്ഷൻസും ഇൻക്രീസ് ചെയ്യപ്പെടും. It may even be to draw a tree on a single page. പക്ഷെ അതിന്റെ നേട്ടം എന്ന് പറയുന്നത് ഒരു ട്രീയെ നമുക്ക് ഒരു സിംഗിൾ പേജിൽ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിസിഷൻസ് കൂടുന്നതിനനുസരിച്ച് ഡിസിഷൻ ടേബിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം വെരി ലാർജ് നമ്പർ ഓഫ് ഡിസിഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഡിസിഷൻ ടേബിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് നമുക്ക് എപ്പോഴും കുറച്ചുകൂടെ നമുക്ക് ഡെപ്പിക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കാൻ പല പ്രാവശ്യം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു.